നമ്മൾ ഈ പെസാ വ്യാഴാഴ്ച ഉണ്ടാക്കുന്ന ഈ അപ്പത്തിന് രണ്ട് പേരുകളാട്ടോ പറയാ. ഇണ്ടേറിയപ്പം അല്ലെങ്കിൽ കൽത്തപ്പം എന്നാണ് പറയാ. ഇണ്ടേറിയപ്പം നമ്മൾ ആവിയിലാണ് പുഴുങ്ങിയെടുക്കുക. ഈ കൽത്തപ്പം നമ്മൾ എണ്ണയിൽ ചുട്ടെടുക്കും. നമ്മളിവിടെ എണ്ണയിൽ ചുട്ടെടുക്കുന്ന കൽത്തപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 3 ഗ്ലാസ് അരിയിലോട്ട് 1.5 ഗ്ലാസ് ഉഴുന്നും കൂടി എടുത്തിട്ട് വെള്ളത്തിൽ നല്ലോണം സോക്ക് ചെയ്ത് വെക്കുക. ഒരു 5 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം കേട്ടോ. ഉള്ളി നമ്മൾ തലേദിവസം തന്നെ നന്നാക്കി വെക്കുന്നതായിരിക്കും എളുപ്പം. കാരണം കുറേ ഉള്ളിയുടെ ആവശ്യമുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്തും ഇതേപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ നല്ലോണം വറുത്ത് കോരിയെടുക്കുക. അതിനുശേഷം ഉള്ളിയും കൂടി വറുത്ത് ഒരു ബ്രൗൺ നിറാവുമ്പോൾ രണ്ടും വാരി വെക്കുക. നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരിക്കുന്ന ആ അരിയും ഉഴുന്നുണ്ടല്ലോ, ഒരു മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഉപ്പ് ചേർത്ത് നല്ലോണം അരച്ചെടുക്കാട്ടെ, തരിതരിപ്പില്ലാതെ അരച്ചെടുക്കുക. ഉപ്പ് പാകത്തിനാണോ നോക്കിയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അടി കട്ടിയുള്ള ഏതെങ്കിലും പാത്രമോ ചട്ടിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇതിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. ഞങ്ങളിവിടെ വലിയൊരു കുഴിക്കൈയിൽ ഒരു കയ്യിലാണ് ഒഴിക്കുന്നത്. നല്ല കട്ടിയിൽ അങ്ങ് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ പെസാ അപ്പത്തിന് നിങ്ങളുടെ അവിടെ എന്ത് പേരാണ്? ഇണ്ടേറിയപ്പം എന്നാണോ കൽത്തപ്പം എന്നാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ.